Hi friends, welcome back to my YouTube channel. Today's video is my earring collection video ആണ്. ഒരുപാട് ഇയറിങ്സ് ഒന്നുമില്ല, എന്നാലും ഉള്ളത് അത്യാവശ്യം നല്ല ഇയറിങ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ അതൊക്കെ കാണിക്കാം. എനിവേ, എൻ്റെ അനാമിക ഷിജി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. ഓക്കെ, എൻ്റെ അടുത്ത് അതുപോലെ തന്നെ വലിയ ടൈപ്പ് ഇയറിങ്സ് ആയിരിക്കും ഉണ്ടാവുക അധികം. കാരണം ഞാൻ സ്റ്റഡായിട്ടുള്ള ഇയറിങ്സ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. ഗോൾഡ് മാത്രമേ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഗോൾഡ് മാത്രമേ ഇടാറുള്ളൂ. കാരണം എനിക്ക് ചെറിയ പറ്റ് പോലത്തതൊക്കെ ഇട്ട് എപ്പോഴും ഇട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോഴത്തേക്കും എനിക്ക് അത് ചെറുതായിട്ട് വേദന എടുക്കാനും ഒക്കെ തുടങ്ങും. അതുകൊണ്ട് ഗോൾഡ് മാത്രമേ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴോ അങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ഈ ഗോൾഡ് മാറ്റിയിട്ട് ഇങ്ങനെ ഫാൻസി ഇയറിങ്സൊക്കെ ഇടാറുള്ളൂ. അതുകൊണ്ട് അതിനൊക്കെ പറ്റിയ പോലത്തെ ഇയറിങ്സ് ആയിരിക്കും എൻ്റെ കയ്യിൽ അധികം ഉണ്ടാവുക. അപ്പം എൻ്റെ ഇയറിങ് കളക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വന്നതാ ഈ ഒരു വൈറ്റ് സ്റ്റോണിൽ വരുന്നൊരു അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ഇയറിങ് ആണ് വരുന്നത്. ഇപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഒരു വൈറ്റായിട്ട് വരുന്നത് നല്ല ഭംഗിയിലാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെയൊക്കെ ഓൺലൈനിൽ വാങ്ങുന്നതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അതുപോലെ ഇത് പക്കാ സ്റ്റോൺ അല്ല വരുന്നത്, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു സ്റ്റോണാണ് വരുന്നത്. ഇതൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. ഓൺലൈനിൽ വളരെ റേറ്റ് കുറവിൽ ഞാൻ വാങ്ങിയ സാധനമാണ്. പക്ഷെ ഇപ്പോൾ വാങ്ങിയിട്ട് കുറച്ചായി, അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡാമേജസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നല്ലതൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ മുത്ത് തൂങ്ങി കിടക്കുന്ന പോലത്തെ ഇങ്ങനെയാണ് വരുന്നത്. രസമല്ലേ? അടുത്തത് ഇതാണ് വരുന്നത്. ഒരു യെല്ലോ, ഒരു അടിപൊളി ഒരു യെല്ലോ, ഒരു ബ്രൈറ്റ് യെല്ലോ കളറാണ് വരുന്നത്. ഇത് അത്ര ഹെവിയാണ്, പക്ഷെ അത്ര ലെങ്ത് താഴേക്ക് വരുന്നില്ല. എൻ്റെ ഒരു ഫേസിന് ഇത്ര വരുന്നുള്ളൂ. ഓക്കെയാണ്. ഇത് ഇട്ട് കാണിച്ചു തരാം. ഇത് സ്റ്റോണല്ല, ഒരു വേറൊരു ടൈപ്പ്, ഒരു എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടാവുമായിരിക്കും. ഇതൊരു നല്ലതാണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അത്ര റേറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതും അടിപൊളി സാധനമാണ്. ഇട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ആട്ടോ വരുന്നത്. അടുത്തത് ഈ ഒരു ഇയറിംഗ് ആണ് വരുന്നത്. ഒരു മയിലിൻ്റെ പോലത്തെ ഒരു ഡിസൈനായിട്ട് വരുന്ന ഒരു ഇയറിംഗ് ആണ് വരുന്നത്. ഇത് അധികം കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് തന്നെ വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ SM എന്നിട്ടായിരിക്കും ഇത് വാങ്ങാൻ ചാൻസ്. അതാകുമ്പോൾ നമുക്ക് SM സ്ട്രീറ്റിലൊക്കെ പോയവർക്കാണെങ്കിൽ അറിയാം, അവിടെ 30 റുപ്പീസ് ഇങ്ങനെ ഒരു വൈറ്റ് ബോർഡിൽ കുറേ കമ്മലിങ്ങനെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പുറത്തുതന്നെ വിൽക്കുന്നത്. അങ്ങനെ വാങ്ങിയതാണ്. 30 രൂപയ്ക്കാണ് ഇതിന്. അങ്ങനെയുള്ളതിൽ എനിക്ക് തോന്നുന്നു 30-നായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഇത് വരുന്നത്. അത്യാവശ്യം ഒരു സിമ്പിളാണ്, എന്നാലിട്ട് നമുക്ക് ഹാങ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഇയറിങ്സ് വേണമെന്നുള്ളതാണെങ്കിൽ അധികം വെയിറ്റ് ഒന്നും വരുന്നില്ല. സിമ്പിളായിട്ടൊരു ഇയറിംഗ് ആണ് വരുന്നത്. ഒരു മയിലിൻ്റെ ഒരു ഡിസൈനായിട്ട് വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഇതും എനിക്കിഷ്ടമുള്ളൊരു ഇയറിംഗ് ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ പോലെ തന്നെ തോന്നിക്കുന്നൊരു വേറൊരു സിൽവറിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഇതും ചിലപ്പം ഫെമിലിയർ ആയിരിക്കും. ഇതും ഞാൻ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇയറിങ്ങും. ഇത് സിൽവറിൽ ഒരു മയിലിൻ്റെ ഒരു ഡിസൈനിൽ വരുന്നതാണ്. ഇതും എനിക്ക് തോന്നുന്നു SM തന്നെ ആയിരിക്കണം ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക. ഇട്ട് കാണിച്ചു തരാം. ഇതങ്ങനെയാണ് വരുന്നത്. ഇത് നല്ലൊരു ഇയറിംഗ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ലെങ്ത്ത് ഉണ്ട് നല്ല, പക്ഷെ അത്രയും ഹെവി ഫീലിക്ക് കൊടുക്കുന്നില്ല. നമ്മൾ ഹെയറൊക്കെ ഇങ്ങനെ അയച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ലെങ്ത്ത് ഉണ്ട്, പക്ഷേ എന്താ പറയുക, അത്ര ഹെവി ആയിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ച പോലത്തെ അത്ര ഹെവി ഒരു ഫീലും ഇല്ല. വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. നല്ലൊരു ജിംക്ക മോഡൽ, ജിംക്ക തന്നെ, കുഞ്ഞ് ജിംക്ക വരുന്ന ടൈപ്പ് ഇയറിംഗ് ആണ്. രസമല്ലേ? ഇതും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതും കുറേ ആയി എൻ്റെ അടുത്ത്. ഇതിപ്പോൾ കുറേ ആയി, എന്താ 1-2
വർഷമായി തോന്നി ഞാനിത് വാങ്ങിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അതിൻ്റെ കളറിനും ഒന്നും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. ആ സിൽവറൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, ഇപ്പം ഓക്കെയാണ്. അടുത്തത് കാണിച്ചു തരാം. ഇനി ഒരു സിമ്പിൾ ഇയറിങ് കാണിച്ചു തരാവേ. സ്റ്റോണാണ് വരുന്നത്, വളരെ സിമ്പിളായിട്ട്, ചെറുതാണ് പക്ഷെ നല്ല രസമുണ്ട്. ഒരു സിമ്പിൾ ഇയറിങ് ആണ്. എനിക്ക് തോന്നുന്നു ഇതും ഞാൻ SM-ന്നായിരിക്കണം വാങ്ങിയത്, കാരണം അവിടെ പോകുമ്പോഴാണ് അധികം ഞാൻ ഇയറിങ്സ് വാങ്ങാറ്. പിന്നെ ഓൺലൈനും അങ്ങനെ തന്നെയാണ് വാങ്ങാറ്, അല്ലാതെ വേറെ ഫാൻസിന്നായിട്ടൊക്കെ ഞാൻ വാങ്ങുന്നത് വളരെ കുറവാണ്. ഒന്നെങ്കിൽ SM-ന്ന് പോകുമ്പോൾ അവിടെ ഇങ്ങനെ പുറത്ത് തൂക്കിയിട്ട്, കാലിക്കറ്റ് SM സ്ട്രീറ്റിൽ വന്നവർക്കാണെങ്കിൽ അറിയാം, അവിടെ പുറത്ത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. പുറത്തുനിന്ന് തന്നെ സെയിൽ നടക്കുന്നുണ്ടാവും. 30 റുപ്പീസ് 60 റുപ്പീസൊക്കെ അങ്ങനെ ആയിട്ടൊക്കെയാണ് ഉള്ളത്. ആ റേറ്റിനുള്ള ടൈപ്പ് സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴല്ലേ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്, എന്നും യൂസ് ചെയ്ത് കേടാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതൊരു അടിപൊളി സാധനമാണ്. ഇതൊരു വൈറ്റ് സ്റ്റോൺ, ഇതും കുറേ ആയി ഇപ്പോൾ എൻ്റെ കയ്യിൽ. ഇതിൻ്റെ സ്റ്റോണിൻ്റെ ഷൈനിങ് ഒന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല, നല്ല ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഡ്രസ്സിന് കൂടിയൊക്കെ ഇത് ഓക്കെയാണ് എനിക്ക്. അടുത്തൊരു ഹെവി ഇയറിങ് കാണിച്ചു തരാം അല്ലേ. ഇതാണ് വരുന്നത്, അത്യാവശ്യം നല്ല ഹെവിയാണ്, പക്ഷെ വെയിറ്റ് ഒന്നും അധികം വരുന്നില്ല. പക്ഷെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ, നല്ലൊരു ഇയറിങ് ആണ്. ഇതിലൊരു ഈ ഒരു സിൽവർ ഇയറിങ്ങിൽ ഒരു കൃഷ്ണൻ രാധ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു ഇതാണ്, ഊഞ്ഞാലിലിരുന്ന് ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് വരുന്നത്, അടിപൊളിയല്ലേ. എനിക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നതാണ്. ഇത് അമ്മ എവിടെയോ, എനിക്ക് തോന്നുന്നു ഗുജറാത്തിൽ നിന്നോ അങ്ങനെ എവിടുന്നോ വാങ്ങിയതാണ്. അമ്മയച്ഛനൊക്കെ കാശ്മീർ വരെ പോയിട്ടുണ്ട്, അപ്പോൾ അവർ പോകുന്ന വഴിക്ക് എവിടുന്നോ വാങ്ങി, അങ്ങനെ അമ്മ വാങ്ങി തന്നതാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഇങ്ങനത്തെ സിൽവർ, ഈ ഒരു മെറ്റലിൻ്റെ ടൈപ്പ് പല ഡിസൈൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഡിസൈൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു കൃഷ്ണൻ രാധ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു മോഡൽ വരുന്ന ടൈപ്പ്. ഈ ഒരു മോഡൽ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡിസൈൻ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിലിട്ട് നോക്കേണ്ടി വരും, സ്ക്രീൻഷോട്ട് ചെയ്തിട്ടിട്ട് ഓൺലൈൻ നോക്കേണ്ടി വരും. ഈ ഒരു ഡിസൈൻ ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഇയറിങ്സ് ഇങ്ങനത്തെ ഈ ഒരു മെറ്റൽ ടൈപ്പ് ഇടാൻ ഇഷ്ടമുള്ളവർ. ഈ ഒരു ഡിസൈൻ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് നോക്കുക, നമുക്ക് ചിലപ്പം ഓൺലൈൻ ഉണ്ടാവുമായിരിക്കും. ഇനി അടിപൊളി സാധനമാണ്. അടുത്തതൊരു സിമ്പിൾ ആണ്, അതൊരു മോഡേൺ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയൊരു ഇയറിംഗ് ആണ് വരുന്നത്. ഒരു വടിയിൽ ഒരു കല്ല്, ഒരു സ്റ്റോൺ തൂങ്ങി കിടക്കണ പോലെ സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടാൻ, വെയിറ്റ് ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫ്ലൈനായിട്ട് തന്നെ പുറത്തുനിന്ന് ഇവിടുന്ന് വാങ്ങിയതാണ്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ. അടുത്തൊരു ഹെവി ആയിട്ട് വരുന്ന, നേരത്തെ ഞാൻ വലിയ ഹെവി കാണിച്ചത് അതുപോലത്തെ ഒരു ടൈപ്പ് ഏകദേശം ഒരുപോലെ വരുന്ന ഒരിതാണ് സിൽവർ, എന്താ പറയുക, സിൽവർ മെറ്റലല്ലേ പറയുക, എനിക്കറിയില്ല അതെന്ത് മെറ്റലാണ്, ഇതെന്താ സാധനം എന്നറിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സെയിം അതുപോലെ തന്നെ വരുന്ന, ഇതും എനിക്ക് അമ്മ വാങ്ങി തന്നത് തന്നെയാണ്. ഇതും എനിക്ക് തോന്നുന്നു അവിടുന്ന് നോർത്ത് എവിടെയോ വാങ്ങി തന്നതാണെന്ന്. ഇതും അടിപൊളിയാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നേരത്തെ പോലെ ഒരു സിൽവർ ടൈപ്പ് ഇയറിംഗ് ആണ് വരുന്നത്. ഇതൊരു നല്ലൊരു ഇയറിംഗ് ആണ് വരുന്നത്. ഇതും എനിക്ക് അമ്മ വാങ്ങി തന്നതാണ്. ഇത് നോർത്തിൽ നിന്ന് എവിടെ നിന്നോ വാങ്ങിയത് തന്നെയാണ് അമ്മ. ഈ രണ്ടും ഒരുമിച്ച് വാങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രസല്ലേക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിളാണ്. ഇത് എങ്ങനെയൊക്കെ ഇടാൻ എനിക്കറിയില്ല, നോക്കേണ്ടി. ഇതൊരു കുറച്ചൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ഇയറിംഗ് ആണ് വരുന്നത്. ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല.
ഓഫ്ലൈനായിട്ട് തന്നെ വാങ്ങിയതാണ്. പക്ഷെ ഒരു വേറൊരു ടൈപ്പ് എങ്ങനെ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വലിയ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇടാറില്ലായിരുന്നു. ഇടുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ നീണ്ട ടൈപ്പൊക്കെ ഇടും. എൻ്റെ ഫേസ് ആദ്യം ഒന്ന് മെലിഞ്ഞ ഫേസാണ്. ഇപ്പോൾ ഒന്ന് ഒന്നൊരു കവളൊക്കെ വെച്ചതാണ്. ആദ്യം എൻ്റെ ഒരു ഫേസിനും ഒട്ടിയ ഫേസേനും. അപ്പോൾ ആ ഒട്ടിയ ഫേസിൽ വലിയ കമ്മലൊക്കെ ഇടുമ്പോൾ എന്തോ സാധനമൊക്കെ ഇട്ടച്ച പോലത്തെ ഒരു ഫീൽ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഇടാറില്ല. എപ്പോഴും എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് ഇപ്പം കണ്ടില്ല, എൻ്റെ അമ്മ വാങ്ങിയത് രണ്ടും ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ്. അമ്മയ്ക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഇടാനൊക്കെ, ഞാൻ ഇടുന്നത് കാണാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ പക്ഷെ എനിക്കിഷ്ടം, എൻ്റെ ഫേസിന് കാണുമ്പോൾ മെലിഞ്ഞ് കൂർത്ത ഫേസായപ്പോൾ ഒരു ബോറുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ സാധനം ചെവിയിൽ വെച്ചിട്ട് പോലെ തോന്നേനെ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വാങ്ങാൻ ഇങ്ങനത്തെ നീണ്ടതും വലുതാണോ ചോദിച്ചാൽ വലുതാണ്, പക്ഷെ അധികം വലിയതായിട്ട് തോന്നാത്ത നീണ്ട ടൈപ്പുള്ള ഇതൊക്കെയാണ് ഇടാറ്. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ നീണ്ട ടൈപ്പ് കമ്മലായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഇടാറ്. അപ്പോൾ എൻ്റെ ഫേസ് ഇപ്പം തടിച്ചതുകൊണ്ട് വലിയ ഇതൊന്നും വലിയ രസം തോന്നില്ല. പക്ഷെ മെലിഞ്ഞ ടൈമിൽ ഇതൊക്കെയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പം എനിക്കിടാൻ വലിയ ലൈക്കില്ല. ഇപ്പോൾ കുറച്ചും കൂടി വലിയത് ഇടാൻ വേണ്ടിയിട്ടാണ്. എനിക്കെൻ്റെ ഫേസ് കുറച്ചൊന്ന് വട്ടായതുകൊണ്ട് വലിയത് ഇടാൻ വേണ്ടി ഇപ്പോൾ തോന്നുന്നത്. അടുത്തൊരു സിമ്പിളായിട്ടുള്ളത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ഹെവി ആയിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഒരു സിമ്പിൾ, ഇത് ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. പെട്ടെന്നൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന ഇയറിങ്ങാണ്. സിമ്പിളാണ്, നല്ലൊരു ഇയറിങ്ങാണ്. കാണിച്ചു തരാം. വരുന്നത് സിമ്പിളായിട്ട് ഓഫീസിലേക്കും കോളേജിലേക്കൊക്കെ ഇടാൻ പറ്റിയൊരു സിമ്പിൾ ഇയറിങ്ങാണ് വരുന്നത്. ഇത് പക്ഷെ എനിക്കിഷ്ടമാണ്. നല്ലൊരു സിമ്പിളായിട്ട് വരുന്ന ഒരു ഇയറിങ്. അതുപോലെ വേറെ ഒന്നും കൂടി ഉണ്ട്, ഒരു സിമ്പിൾ ഇയറിങ്. അതും ഇത് നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ഇയറിങ്ങാണ് വരുന്നത്. ഇതും ഇതാണ് വരുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ഇങ്ങനൊരു സ്റ്റോൺ ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലത്തെ ഒരു ഇയറിങ്ങാണ്. ഇതും നല്ലൊരു ഇയറിങ്ങാണ്. അടുത്ത് ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് അത്യാവശ്യം ഒരു ഹെവി ആയിട്ട് വരുന്നൊരു ഇയറിങ്ങാണ്. ഇതാണ് വരുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എടുത്ത് കുറച്ചായിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട്. ഇതൊരു ഫങ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ഇതും അടിപൊളിയാണ്. ഇതിൻ്റെ ആ ഷൈനിങ്ങൊക്കെ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ അറിയില്ല. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് കിട്ടുമോയെന്ന് അറിയില്ല. ഇത്രയും നല്ല ഇയറിങ്ങാണ്. വളരെ എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു 400 ആ ഒരു റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൺലൈനിൽ നിന്ന് ഞാനിപ്പോൾ കാണിച്ചതൊക്കെ ഓൺലൈനിലുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇത്. ഇപ്പം കാണിച്ചതിൽ ഇത്രയും വെയിറ്റ് ഉള്ളതൊന്നുമില്ല. എല്ലാം ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. ഇത് മാത്രമാണ് കുറച്ച് വെയിറ്റുള്ള ടൈപ്പ് ഇയറിങ് വരുന്നത്. മറ്റ് ബാക്കിയൊക്കെ ഞാൻ കാണിച്ച വലിയ ഇയറിങ്സൊക്കെ ലൈറ്റ് വെയിറ്റാണ് വരുന്നത്. ഇത് മാത്രമാണ് കുറച്ചൊരു വെയിറ്റ് ഉള്ളത്. പക്ഷെ ഇത് അടിപൊളിയല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇയറിങ് കളക്ഷൻ. പക്ഷെ ഇനിയും ഉണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിന് എൻ്റെ വീട്ടിലുള്ള വേറെ തന്നെ എടുക്കേണ്ട ഒരു വീഡിയോ ആയിട്ട്. ഇതിപ്പോൾ ഇവിടെയുള്ള ഇയറിങ്സ് കുറച്ച് കാണിച്ചു തന്നതാണ്. അതിൽ കുറച്ച് അത്യാവശ്യം നല്ല ടൈപ്പ് ഇയറിങ്സ് മാത്രമേ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളൂ. അടിപൊളിയല്ലേ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇയറിങ് കളക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.